മലപ്പുറം തെയ്യാല SSMHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റുവെന്ന് വാർത്ത. വെള്ളച്ചാൽ CPHS സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി ഉയരുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17-ാം തീയതിയായിരുന്നു ഈ മർദ്ദനം. വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ഞങ്ങൾ സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു. അപ്പോൾ സ്പോർട്സ് കഴിഞ്ഞ് വരുന്ന വഴിക്കൽ തെയ്യാല വെച്ചിട്ട് CPPHSM IAS സ്കൂളത്തെ കുട്ടികൾ ഇന്നെ തടഞ്ഞു. അപ്പോൾ തെയ്യാലെത്തിയപ്പോൾ അവിടെ കടൻ്റെ ബാക്ക് കൊണ്ടുപോയിക്കാണ്ട് നടിച്ച് അതിൽ തല്ലുന്ന സമയത്ത് വീഡിയോ നിർത്തിയിട്ടേനി കുറേ നാളെ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളവിടുത്തെ സീനിയേഴ്സുകൾ അടിച്ചാൽ നിങ്ങളെ അടിക്കുന്ന പറഞ്ഞാണ്ട് അടിച്ചാണ്. അങ്ങനെ തല്ലത് ഊരക്കും പുറത്തേക്കും ഊരക്ക് ചവിട്ടിയതും ചവിട്ടിയതൊക്കെ ഒറ്റക്ക് കിട്ടിയാൽ അവർക്ക് സുഖമായില്ലേ. അപ്പോൾ അവർക്കും അടിക്കുക. അവരപ്പോൾ 3 ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇന്നടിച്ചപ്പോൾ അവരെല്ലാവരും അടിക്കാൻ വന്നതാണ്. അവർ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. മലപ്പുറത്ത് നിന്നും സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ സമീർ. താന്നൂരിനടുത്തുള്ള തെയ്യാല SSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വിദ്യാർത്ഥി അന്ന് സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കുകയായിരുന്നു. അങ്ങനെ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ തെയ്യാല ടൗണിലെത്തുന്ന സമയത്ത് ഈ CPHS സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ തടഞ്ഞുകൊണ്ട് സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തുകൊണ്ടും പാട്ടുപാടാൻ പറഞ്ഞും അങ്ങനെ വളരെ ഏറെ നേരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനത്തിൽ ഇടുപ്പിനും അതോടൊപ്പം തന്നെ പുറം ഭാഗത്തിനും കാര്യമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യുന്നതും അത്തരം ദൃശ്യങ്ങൾ മാത്രമാണ് ഈ മർദ്ദിച്ച വിദ്യാർത്ഥികൾ പകർത്തുകയും അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തത്. എന്നാൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ വിദ്യാർത്ഥികൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇതിൻ്റെ ഭവിഷ്യത്ത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് ഒഴിവാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് വലിയ നേട്ടമാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇവ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥി തിരൂർ താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് താന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദിച്ചവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബപര ആക്ഷേപമായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താന്നൂർ പോലീസും പറയുന്നത് വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് ചേർന്ന്